2026 ജനുവരി 10-11 വളാഞ്ചേരി പ്രസിദ്ധീകരണത്തിന് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയിൽ ഗണ്യമായ ഇടപെടലുകൾ നടത്തുകയും ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത അധ്യാപക സംഘടനയാണ് AKSTU. ഈ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കിക്കൊണ്ടും അവകാശ സമരപഥങ്ങളിൽ മുന്നണി പോരാളികളായി നിലനിന്നുകൊണ്ടും അധ്യാപക മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ AKSTU എന്ന അധ്യാപക പ്രസ്ഥാനത്തിന്റെ 29ാമത് സംസ്ഥാന സമ്മേളനം 2026 ജനുവരി 29 മുതൽ 31 തീയതികളിലായി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ മുന്നോടിയായി മലപ്പുറം ജില്ലാ സമ്മേളനം 2026 ജനുവരി 10-11 തീയതികളിലായി വളാഞ്ചേരിയിലെ ഡോക്ടേഴ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ജനുവരി 10 ശനിയാഴ്ച ജില്ലാ കമ്മിറ്റിയും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നടക്കും. ജനുവരി 11 10 മണിക്ക് ജില്ലാ പ്രസിഡന്റ് VK ശ്രീകാന്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. AKSTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീന T രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാനുൽ ഹാരിസ് KP അനുശോചന പ്രമേയവും അവതരിപ്പിക്കും. CPI മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവും സ്വാഗത സംഘം ചെയർമാനുമായ അഷ്റഫ് അലി കാളിയത്ത് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ AKSTU ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് VK അധ്യക്ഷത വഹിക്കും. മത്സര വിജയികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനദാനം കേരള ഗവൺമെന്റ് ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ദീപ നാരായണൻ നിർവഹിക്കും. AKSTU സംസ്ഥാന സെക്രട്ടറി M വിനോദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആശിഷ് PM, CPI കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി M ജയരാജൻ, തിരൂർ മണ്ഡലം സെക്രട്ടറി TK രാജേഷ്, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി S മോഹനൻ, AISF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അർഷാദ്, AKSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MT മഹേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഷീജ മോഹൻദാസ്, നിഷ KP എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കും. സ്വാഗത സംഘം കൺവീനർ ശ്രീജിത്ത് BP നന്ദി രേഖപ്പെടുത്തും. AKSTU സംസ്ഥാന സെക്രട്ടറി MN വിനോദ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി തൊണ്ടിക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. യാത്രയയപ്പ് സമ്മേളനം CPI മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. AKSTU സംസ്ഥാന കൌൺസിൽ അംഗം സൈഫുദ്ദീൻ PT സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK പത്മരാജ് അധ്യക്ഷത വഹിക്കും. AKSTU സംസ്ഥാന കൌൺസിൽ അംഗം രമേശ് ചന്ദ്ര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് R എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം PM സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗം സുബോധ് CM, ജില്ലാ അക്കാദമിക് കൌൺസിൽ അംഗങ്ങളായ മനോജ് KP, ദേവൻ V എന്നിവർക്ക് യാത്രയയപ്പ് നൽകും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് AP നന്ദി രേഖപ്പെടുത്തും. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് വാഴേങ്കര ഭാവി പ്രവർത്തന രൂപരേഖ അവതരിപ്പിക്കും. സബ് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകർ സമ്മേളനത്തിൽ പ്രതിനിധികളാകും. 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കൽ, DA കുടിശ്ശിക അനുവദിക്കൽ, KTET യോഗ്യത നേടൽ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ, ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ അംഗീകാരം ലഭിക്കാതിരിക്കൽ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പ്രീ പ്രൈമറി മേഖലയിലെ പ്രശ്നങ്ങൾ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗണ്യമായ ഇടപെടലുകൾ നടത്തുകയും ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 2026 ജനുവരി 29, 30, 31 തീയതികളിലായി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ വെച്ച് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ജനുവരി 10, 11 തീയതികളിലായി നാരായണൻ മാസ്റ്റർ നഗറിൽ സംഘടിപ്പിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ സംഘടന എടുത്തിട്ടുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും.
AKSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MT മഹേഷ്, സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അലി കാളിയത്ത്, AKSTU ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി തൊണ്ടിക്കൽ, CPI കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി M ജയരാജൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി. ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.